കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ജീവൻ മരണ പോരാട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അടുത്ത മത്സരം വിജയിക്കുകയോ സമനില നേടിയില്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യങ്ങൾ കൈവിട്ടു പോകും. ഒരു ഡ്യൂറൻ കപ്പ് കൂടി ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് പോകും. അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബിനെതിരെ വിജയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ക്വാർട്ടർ ഫൈനൽ ഉറപ്പിക്കാമായിരുന്നു. എന്നാൽ അടുത്ത മത്സരം അത്ര നിർണായകവും ആകില്ലായിരുന്നു. എന്നാൽ അടുത്ത മത്സരം ബ്ലാസ്റ്റേഴ്സിന് അതിനിർണായകമാണ്. കാരണം ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരം വിജയിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറാം. എന്നാൽ സമനിലയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് കാര്യങ്ങൾ ചിലപ്പോൾ കൈവിട്ടു പോയേക്കാം. കാരണം സമനിലയായിട്ട് പഞ്ചാബ് വിജയിക്കുകയാണെങ്കിൽ പഞ്ചാബിന് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറാം. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചുകൊണ്ട് പഞ്ചാബ് സമനില നേടിയാലും ബ്ലാസ്റ്റേഴ്സിന് എന്തായാലും ക്വാർട്ടറിലേക്ക് മുന്നേറാം. കൂടാതെ പഞ്ചാബും ബ്ലാസ്റ്റേഴ്സും വിജയിക്കുകയാണെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറാം. കാരണം ഗോൾ ഡിഫറൻസിൽ മുൻതൂക്കമുള്ളത് ബ്ലാസ്റ്റേഴ്സിനാണ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരം വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് അടുത്തതായി വരുന്നത് അത്ര ശക്തരായ എതിരാളികളല്ല. CISF എന്ന് പറയുന്ന ഒരു ടീമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികളായിട്ട് വരുന്നത്. അവർ അത്ര ശക്തരല്ല എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിനെ അവരെ വീഴ്ത്താവുന്നതേ ഉള്ളൂ. എന്തായാലും മുംബൈയുടെ റിസർവ് ടീമിനെ വീഴ്ത്തിയതുപോലെ അവരെയും വീഴ്ത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകരും കാത്തിരിക്കുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരം വിജയിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷം പകർന്നുകൊണ്ട് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറുമെന്നുള്ള പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം.